മനുഷ്യ മഹാശൃംഖലയിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് ബേപ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ.എം. ബഷീറിന് സസ്പെൻഷൻ. ശൃംഖലയിൽ പങ്കെടുത്തതിന്റെ പേരിൽ നടപടി ആവശ്യമില്ലെന്നായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടിയും എം.കെ. മുനീറും ഇന്നലെ പറഞ്ഞിരുന്നത്. എന്നാൽ ശൃംഖലയ്ക്ക് ശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ബഷീർ നടത്തിയ വിമർശനങ്ങളുടെ പേരിലാണ് നടപടി. മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാലയാണ് ഇക്കാര്യം അറിയിച്ചത്. കെ.എം. ബഷീർ നടപടി ചോദിച്ചു വാങ്ങിയതാണ്. അദ്ദേഹം CPM-ന്റെ ചങ്ങലയിൽ പങ്കെടുത്തു എന്നറിഞ്ഞിരുന്നു. അതൊരു ആവേശപ്പുറത്തായിരിക്കും എന്നാണ് ആദ്യം മനസ്സിലാക്കിയത്. എന്നാൽ പങ്കെടുത്ത ശേഷം ചാനലുകളിലും മറ്റും കോൺഗ്രസിന് എതിരായിട്ട്, മുല്ലപ്പള്ളിക്കെതിരായിട്ട് UDF ഇതിൽ കാര്യമായ പങ്ക് വഹിക്കുന്നില്ല, LDF-മാണ് സമരത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന രൂപത്തിലുള്ള പ്രസ്താവന പറയാം. ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പ്രകടിപ്പിച്ചത് സാധാരണക്കാരായ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വികാരമാണ് എന്നുമായിരുന്നു കെ.എം. ബഷീറിന്റെ മറുപടി. മനുഷ്യ ശൃംഖലയിൽ പങ്കെടുത്തതിന് നടപടി സ്വീകരിക്കാൻ തുടങ്ങിയാൽ ആയിരങ്ങളെ ലീഗിന് സസ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നായിരുന്നു മന്ത്രി KT ജലീലിന്റെ പ്രതികരണം. ലീഗ് നടപടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ പേരിൽ നടപടിയെടുക്കേണ്ടി വരും. ലീഗിനത് നഷ്ടക്കച്ചവടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലീഗിന് ഒരുപാട് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ സസ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ലീഗ് കോൺഗ്രസിൻ്റെ വഴിയെ സഞ്ചരിച്ചാൽ ലീഗ് ഇല്ലാതാകുന്ന സ്ഥിതി നാട്ടിലുണ്ടാകും. ഈ ഒരു അഴകുഴമ്പൻ സമീപനം, ഈ ഒരു അമ്മായി പോളിസി, അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടും എന്നുള്ള നിലയിലുള്ള ഈ ഒരു പോളിസി ഉണ്ടല്ലോ, ഈ അമ്മായി പോളിസി കോൺഗ്രസ് മാറ്റിയില്ലെങ്കിൽ മുസ്ലിം ലീഗിന് LDF-ന്റെ പക്ഷത്തേക്ക് വരേണ്ടി വരും. സമസ്തയാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. സമസ്തയുടെ ബഹുമാന്യനായിട്ടുള്ള പ്രസിഡന്റ് മുത്തുകോയ ജിഫ്രി തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നു. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോക്കറ്റ് സംഘടനയല്ല. ലീഗ് ഇക്കാലം അത്രയും ധരിച്ചിരുന്നത് തങ്ങളുടെ പോക്കറ്റിലുള്ള ഒരു പേനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നാണ്. അതല്ല എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തെളിയിച്ചിരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ് ചേരുകയാണ് വിവരങ്ങളുമായി. ഷഹീദ്, ഒടുവിൽ ലീഗിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്താക്കൽ നടപടി ഉണ്ടായിരിക്കുന്നു. എന്ത് വിശദീകരണമാണ് ഈ പുറത്താക്കൽ നൽകിയിരിക്കുന്നത്? പ്രത്യേകിച്ചും ഇന്നലെ നേതാക്കൾ വിരുദ്ധ അഭിപ്രായങ്ങൾ ഈ വിഷയങ്ങളിൽ പറഞ്ഞിരുന്നുവല്ലോ. രഞ്ജിത്ത്, പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന്റെ പേരിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അറിയിപ്പായി നൽകിയിരിക്കുന്നത്. അതായത് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷം സംഘടിപ്പിച്ച ഈ മനുഷ്യ മഹാശൃംഖലയിൽ മുസ്ലിം ലീഗ് ബേപ്പൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ.എം. ബഷീർ കണ്ണു ചേർന്നിരുന്നു. ഈ വാർത്ത ന്യൂസ് 18 ഇന്നലെ പുറത്തുവിട്ടു. അതിന് പിന്നാലെ അദ്ദേഹം അതിന്റെ നിലപാട്, എന്തുകൊണ്ടാണ് താൻ ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു ഇടതുപക്ഷം സംഘടിപ്പിച്ച പരിപാടിയിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും വിലക്ക് മറികടന്ന് പങ്കെടുക്കാനുണ്ടായ സാഹചര്യമെന്ന് അദ്ദേഹം വൈകിട്ടോടുകൂടി അദ്ദേഹം നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമര പോരാട്ടങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷം, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ഒപ്പം കോൺഗ്രസ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് അഴകുഴമ്പൻ നിലപാടാണ്. പ്രത്യേകിച്ചും ഈ സമര ഐക്യത്തെ തകർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇപ്പോൾ ലീഗ് നിലപാട് മാറ്റുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ വാർത്ത, അദ്ദേഹം ഈ മനുഷ്യ മഹാശൃംഖലയിൽ പങ്കെടുത്തു, കണ്ണു ചേർന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും എം.കെ. മുനീറും ഒക്കെ ഇത് വലിയ കാര്യമായി കാണേണ്ടതില്ല, ഇതിന് ഈ കെ.എം. ബഷീർ പങ്കെടുത്തത് നിരവധി മുസ്ലിം ലീഗ് പ്രവർത്തകർ പങ്കെടുത്ത സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം നിസ്സാരവൽക്കരിക്കാനാണ് അവർ ശ്രമിച്ചത്, പി.കെ. കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചത്. അതായത് ഇത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ സാമാന്യ ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായി പങ്കെടുത്തതായിരിക്കും, അതിനെ വലിയ കാര്യമാക്കേണ്ടതില്ല, നടപടിയെടുക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ വൈകിട്ടോടുകൂടി കെ.എം. ബഷീർ തന്റെ നിലപാട് കുറച്ചുകൂടി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്ന ലീഗ് തന്നെയല്ലേ? പ്രത്യേകിച്ചും KT ജലീൽ പറഞ്ഞ പ്രധാനപ്പെട്ട നിരവധി മുസ്ലിം ലീഗ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അവർക്കെതിരെയെല്ലാം നടപടി സ്വീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. പക്ഷേ അതൊക്കെ എങ്ങനെ വിശദീകരിക്കും? UDF-നെ എങ്ങനെ ബോധ്യപ്പെടുത്തും? UDF-ലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ അണികളും നേതാക്കളും ഇങ്ങനെയൊരു ചങ്ങലയിൽ പങ്കെടുക്കുമ്പോൾ അത് ലീഗിനെ കൂടുതൽ വെട്ടിലാക്കുന്ന സാഹചര്യമല്ലേ?
തീർച്ചയായും രഞ്ജിത്ത്, ലീഗ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പൗരത്വ വിഷയത്തിൽ ലീഗിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ആയിരുന്ന അവരുടെ ഉറച്ച നിലപാട് പിന്നിൽ അടിയുറച്ചു നിന്ന സമസ്ത EK വിഭാഗം, ബഹുഭൂരിപക്ഷം വരുന്ന ഈ മുസ്ലിം ജനസാമാന്യം അണിചേരുന്ന സമസ്ത EK വിഭാഗം ഈ വിഷയത്തിൽ സർക്കാർ നടത്തുന്ന സമരങ്ങൾ, CPM ഇടതുപക്ഷവും നടത്തുന്ന സമരങ്ങൾക്ക് ഒപ്പം അടിയുറച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നിലവിൽ തന്നെ ലീഗിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കൂടി പങ്കെടുത്തത്. ജലീൽ ചൂണ്ടിക്കാണിച്ചത് പ്രധാനപ്പെട്ട വിഷയം, ഈ നടപടിയെടുക്കുകയാണെങ്കിൽ നിരവധി ലീഗ് പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും എന്നൊരു സാഹചര്യമുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, പലയിടങ്ങളിലും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പലയിടങ്ങളിലും മുസ്ലിം ലീഗ് KMCC ഭാരവാഹികളും പ്രവർത്തകരും എല്ലാം ഈ ചങ്ങലിൽ കണ്ണുചേർന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഇന്നലെ ഈ വിഷയം നിസ്സാരവൽക്കരിക്കാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചത്. മുഹമ്മദ് ഷഹീദ് തുടരുക. ഇപ്പോൾ KM ബഷീർ തന്നെ അല്പം മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി അശ്വിൻ വെല്ലത്തുമായി ഈ വിഷയത്തിൽ പ്രതികരണം വ്യക്തമാക്കിയിരുന്നു. അതിലേക്ക് പോയി വരാം. LDF സംഘടിപ്പിച്ച മനുഷ്യമഹാശൃംഖലയിൽ പങ്കെടുത്തതിന് മുസ്ലിം ലീഗ് ബേപ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് KM ബഷീറിനെതിരെ നടപടി വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ KM ബഷീറിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. എന്തിനാണ് നടപടി വന്നിരിക്കുന്നത്? മനുഷ്യമഹാശൃംഖലയിൽ പങ്കെടുത്തതിനാണോ അതോ അതിനെ തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചതിനാണോ? എനിക്ക് എതിരെയുള്ള നടപടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ധാരണ എനിക്കില്ല. രേഖാമൂലമോ അല്ലെങ്കിൽ വാക്കാലോ എന്നെ വിളിച്ചുകൊണ്ട് അതിൻ്റെ കാര്യസഹിതം അത് വിവരിക്കപ്പെട്ടിട്ടുമില്ല. ഇന്നൊരു ചാനലിൽ ചർച്ചയിൽ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് വന്ധ്യനായ ഉമ്മർ പള്ളികശാല ഇത് സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തത് കൊണ്ടല്ല എന്നെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കിയത് എന്നാണ്. പിന്നെ ചാനൽ ചർച്ചകളിൽ പാർട്ടിയെ ഇകഴ്ത്തിയും UDF മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതുമായിട്ടുള്ള പ്രസ്താവന ഇറക്കി എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത് അത് തികഞ്ഞ തെറ്റിദ്ധാരണയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയും MK മുനീർ സാഹിബും ഒക്കെ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തമായിട്ട്, MK മുനീർ സാഹിബ് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അതിനുപരി UDFന്റെ സമുന്നതനായ നേതാവും കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സീനിയർ നേതാവുമായിട്ടുള്ള ബഹുമാനപ്പെട്ട AK ആന്റണി ഇതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പച്ചയായി തന്നെ അന്നം തിന്നുന്ന ഏത് ആളുകൾക്കും തിരിയുന്ന ഭാഷയിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇത് കൂട്ടായ ഒരു സമരമാണ് ആവശ്യം, ഐക്യപ്പെട്ടുകൊണ്ട് എല്ലാം മറന്ന് എല്ലാ പാർട്ടികളും ഒന്നിക്കേണ്ട സമയമാണ്. ഇവിടെയാണ് എൻ്റെ ചിന്തയും എൻ്റെ പൊതുബോധവും ഇത്തരം ഒരു സമീപനത്തിൽ എത്തിപ്പെടാൻ പ്രേരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ നടപടിയെക്കുറിച്ചുള്ള അറിയിപ്പുകളൊന്നും ഈ സമയം വരെ താങ്കൾക്ക് നേരിട്ട് പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല? ദൗർഭാഗ്യമെന്ന് പറയട്ടെ, എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു കീഴ്വഴക്കം എന്ന നിലയിൽ, ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ അതിന് അതിൻ്റെതായ ചുറ്റുവട്ടങ്ങളുള്ളൂ, നിയമങ്ങളുള്ളൂ. ഒരാളെ സസ്പെൻഡ് ചെയ്യുവാനോ ഇകഴ്ത്തുവാനോ മുസ്ലിം ലീഗിൽ ഭരണഘടനാപരമായി പാർട്ടി തീരുമാനപ്രകാരം സംസ്ഥാന പ്രസിഡന്റിന് മാത്രമേ അധികാരമുള്ളൂ. ഈ വിഷയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അത്തരമൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനും ബഹുമാനീയനായ തങ്ങൾ എന്ത് പറഞ്ഞാലും ആ ശിരസ്സ വഹിക്കാൻ ഞാനും അതുപോലെ തന്നെ എൻ്റെ പൂർവികരായ എൻ്റെ കുടുംബാംഗങ്ങളും എക്കാലത്തും തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് വന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പാർട്ടിയിലെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക്
ഞാൻ ബാധ്യസ്ഥനാണ്, ഞാനത് അംഗീകരിക്കുന്നു. പിന്നെ ഇതിൻ്റെ മറ്റു നിയമപരമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല, കാരണം എനിക്കൊരു വിവരവും കിട്ടിയിട്ടില്ല. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതായത് ഈ ലീഗ് ഇങ്ങനെ പങ്കെടുക്കരുതെന്ന് എവിടെയും നേരത്തെ പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ അങ്ങനെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. ലീഗ് പങ്കെടുക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ലീഗ് പറഞ്ഞാൽ ഞങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കും. അത് പറഞ്ഞത് വന്യനായിട്ടുള്ള ഈ സമരത്തിൻ്റെ ഏറ്റവും ചുക്കാൻ പിടിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ്. അത് പറയാൻ പാർട്ടിക്ക് അതിൻ്റെതായ തക്കതായ കാരണമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം സംഘടിപ്പിക്കുന്നവർക്ക് ചില മര്യാദകളുണ്ട്. കേരളത്തിലെ വർഷങ്ങളോളം പതിറ്റാണ്ടുകളായി കേരളത്തിലെ മൈനോറിറ്റി പൊളിറ്റിക്സിൽ നിർണായകമായ UDFിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. 19 MLA-മാരുള്ള ഒരു അതിലെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. സ്വാഭാവികമായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ അലങ്കരിച്ച മുസ്ലിം ലീഗിനെ ഒരു സമരരംഗത്തേക്ക് വിളിക്കുമ്പോൾ അത് അതിൻ്റെ മര്യാദപൂർവ്വം നിർവഹിച്ചില്ല. അവിടെ തീരുമാനമെടുത്തതിന് ശേഷം വിളിച്ചാൽ പോകുന്നവരല്ല ഞങ്ങൾ. അത് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എടുക്കേണ്ടത് ഇനി എന്നുള്ള അഭിപ്രായമാണ് അന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പോവാത്തത് എന്ന്. അതേ സന്ദർഭത്തിൽ തന്നെ പിണറായി വിജയൻ വാക്കാൽ മീഡിയയിൽ എല്ലാവരെയും ക്ഷണിച്ചതാണ്. ഇത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ മാത്രമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. എന്നെപ്പോലുള്ള സാധാ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ക്ഷണിച്ചാലും ക്ഷണിച്ചിട്ടില്ലേ, എന്നെ ആരും ക്ഷണിച്ചിട്ടൊന്നുമില്ല. ക്ഷണിച്ചാലും ക്ഷണിച്ചിട്ടില്ലെങ്കിലും ഒരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം എനിക്ക് 60 വയസ്സായി. ഈ കാലയളവിൽ ഞാൻ കണ്ട ഒരുപാട് സമരങ്ങളുണ്ടായിരുന്നു. മലപ്പുറം വെടിവെപ്പ്, അതുപോലെ ശരീഅത്ത് പ്രശ്നങ്ങൾ ഇഷ്യൂ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതുപോലത്തെ ഒരുപാട് സമരം, അതിനേക്കാളൊക്കെ ഉപരി ജനകീയ പങ്കാളിത്തമുള്ള ഒരു സമരമാണ്. ആ സമരത്തിൽ പങ്കെടുക്കണ്ട എന്ന് മുസ്ലിം ലീഗ് എവിടെയും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന് പറയാനും കഴിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേവല രാഷ്ട്രീയമല്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ മുസ്ലിം മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ പ്രശ്നമാണ്. ഈ അസ്തിത്വ വ്യഥയുടെ മുമ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പാർട്ടി എടുക്കുന്ന സ്ട്രാറ്റജിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അണികളോട് പോകാൻ പറഞ്ഞിട്ടില്ല. ഒരു ഭാഗത്ത് KNM പറയുന്നു പോകണമെന്ന്, ഒരു ഭാഗത്ത് ഒന്നിലായ സംസ്ഥയുടെ നേതാവ് ജിഫ്രി കോയ തങ്ങൾ പറയുന്നു. അതിലെ ഒരുപാട് മഹാപണ്ഡിതന്മാർ അണിനിരന്നു. അതിൽ പിന്നീടാണ് ഞാൻ അറിയുന്നത് അതിൽ പങ്കെടുത്തത് എന്ത് തെറ്റാ. പിന്നെ ഞാൻ പാർട്ടിയെ ഇകഴ്ത്തി. ഇന്നലത്തെ ചാനൽ ചർച്ച ഞാൻ വെല്ലുവിളിക്കുന്നു. മുസ്ലിം ലീഗിനെ പറ്റി ഒരു വാക്ക് ഞാൻ മോശമായി പറഞ്ഞിട്ടില്ല. അവിടെയൊക്കെ നല്ലതാ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയെ പറ്റിയും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിലെ ചില ആളുകൾ എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വന്യനായ പ്രതിപക്ഷ ഉപനേതാവ് മുനീർ സാഹിബും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പിണറായിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് തിരുവനന്തപുരത്ത് നമ്മൾ സമരം നയിച്ചില്ലേ? ആ സമരത്തിന് കിട്ടിയ മൈലേജ് എന്താണ്? അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഇവർ പങ്കെടുത്തത് മോശമല്ല എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗല്ല. മുസ്ലിം ലീഗിലായി അങ്ങനെ ഒരു സാധാ പ്രവർത്തകൻ പോലും പറഞ്ഞിട്ടില്ല. അത് പണർഞ്ഞത് KPCCയുടെ വന്യനായ പ്രസിഡന്റ് സീനിയർ നേതാവ് മുല്ലപ്പള്ളി ബഷീർ സംസാരിക്കായിരുന്നു അശ്വിൻ മല്ലത്തിനോട്. തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കി അദ്ദേഹം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയുമാണ്. മുഹമ്മദ് ഷഹീദാണ് അവസ്ഥ. ഒരു തരത്തിലും തന്റെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അതിന് അദ്ദേഹം ന്യായീകരണമായി കാണുന്നത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായി ഇതേ വിഷയത്തിൽ വേദി പങ്കിട്ടതാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ തിരുവനന്തപുരത്ത്. അന്ന് വലിയ എതിർസ്വരങ്ങളൊന്നും പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. ചില ആളുകൾ മാത്രം പ്രതികരിച്ചതൊഴിച്ചാൽ. അപ്പോൾ എന്തിന് തന്നെ എതിർക്കണം? ഈ വിഷയം എല്ലാവരും ഒറ്റക്കെട്ടായി എതിർക്കേണ്ട വിഷയമാണ് എന്നാണ് ആ തരത്തിൽ പറഞ്ഞു വെക്കുന്നത്. എങ്ങനെ കാണണം ഈ നിലപാടിനെ? ലീഗിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചകൾ ഏത് തരത്തിലാണ്?
രഞ്ജിത്ത്, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും പാർട്ടിയെ തള്ളി പറയാൻ KM ബഷീർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗ് നേരിടുന്ന വെല്ലുവിളിയും ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും എന്നുള്ളതാണ്. കാരണം പാർട്ടി പ്രവർത്തകനായി അടിയുറച്ച് നിലയുറപ്പിച്ച് നിന്നുകൊണ്ട് തന്നെ താൻ ഇത്തരം പൗരത്വ വിഷയത്തിൽ ഇടതുപക്ഷം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് അദ്ദേഹം ന്യായീകരിക്കുന്നു. പങ്കെടുക്കുമെന്ന് അദ്ദേഹം ഉറച്ച നിലപാട് വീണ്ടും ഇനിയും ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുമെന്ന നിലപാടെടുക്കുന്നു. അതിന് ചില രാഷ്ട്രീയ വിശദീകരണങ്ങൾ കൂടി അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം സ്വന്തം പാർട്ടി ഒരിക്കലും പ്രതിക്കൂട്ടിൽ നിർത്തുന്നില്ല. പാർട്ടിക്ക് ചില ജനാധിപത്യ അല്ലെങ്കിൽ പാർട്ടിയുടെ അച്ചടക്കം ഭരണഘടനാ ചട്ടങ്ങളുടെ ഭാഗമായി നടപടിയെടുക്കേണ്ടി വന്നതായിരിക്കും. പക്ഷേ താൻ ഇതിൽ പങ്കെടുക്കാനുണ്ടായ സാഹചര്യം ഏറ്റവും പ്രധാനമായും ഒരുമിച്ചുള്ള സമരം വലിയ തോതിൽ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ ജനങ്ങളുടെ ജനകീയമായ പിന്തുണ ലഭിച്ച ആ സമരത്തെ പിറ്റേ ദിവസം തന്നെ തള്ളിപ്പറഞ്ഞ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിലപാടിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ലീഗ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയും ഇതുതന്നെയാണ്. കാരണം അണികളോട് വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിൽ എന്തുകൊണ്ട് യോജിച്ചുള്ള സമരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു, അത്തരത്തിൽ കോൺഗ്രസും UDF-ഉം ഒരുമിച്ചെടുക്കുന്ന തീരുമാനത്തിന്റെ ഒപ്പം നിൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാനോ വിശദീകരിക്കാനോ പ്രവർത്തകരോട് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധി തന്നെയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അതെങ്ങനെ വിശദീകരിക്കും? നേതാക്കളുടെ ഭാഗത്ത് തന്നെ ഇത്തരത്തിൽ രണ്ട് നിലപാടുകളുണ്ട് ഈ വിഷയത്തിൽ. കുഞ്ഞാലിക്കുട്ടി അടക്കം MK മുനീർ അടക്കം പിന്തുണച്ച് രംഗത്ത് വന്നപ്പോഴും അവിടെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എതിർത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ നടപടിയും സംഭവിച്ചിരിക്കുന്നു. അതേസമയം മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് ബഷീർ വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രതിസന്ധി ഏത് തരത്തിൽ മുസ്ലിം ലീഗിനെ ബാധിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. നടപടി ഉണ്ടാകില്ലെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അത് ആ വാക്കുകളിലേക്ക് ഒന്ന് പോയി വരാം. ഈ പൗരത്വ ഭേദഗതിക്കെതിരായി ആര് പറഞ്ഞാലും അത് കാണുമ്പോൾ അതിനോട് സഹകരിക്കുന്ന ഒരു നിലപാട് സാധാരണ ആളുകൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. അതിനങ്ങനെ കണ്ടാൽ മതി. അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് ചർച്ചയാക്കുന്നത് അതിൽ വലിയ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ വിഷയത്തിന് ഒരു പ്രസക്തിയില്ല, തീരെ പ്രസക്തിയില്ലാത്തൊരു കാര്യം. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാൾ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരു വലിയ ശൃംഖലയുടെ ഭാഗമായി അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന് ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യമല്ല. മുഹമ്മദ് ഷഹീദ് ഒരിക്കൽ കൂടി ചേരുന്നു. ഷഹീദ്, ഇത് തന്നെയാണ് അവസ്ഥ. ഇന്നലെ നടപടി ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. അതിന് പറഞ്ഞിരിക്കുന്ന ന്യായീകരണം മുല്ലപ്പള്ളിയെ വിമർശിച്ചു എന്ന രീതിയിലാണ്. അത്ര വലിയ വിമർശനം മുല്ലപ്പള്ളിക്കെതിരെ ഉയർത്തിയ ഒരാൾ കൂടിയല്ല അദ്ദേഹം. അപ്പോഴും അദ്ദേഹം ഉറച്ചു പറയുന്നു താൻ ലീഗ് പ്രവർത്തകൻ തന്നെയാണെന്ന്. എങ്ങനെ വിശദീകരിക്കും അണികളോട് ആ പാർട്ടി ഇത്? രഞ്ജിത്ത്, ഇന്നലെ KM ബഷീറിനെതിരെ ഇത്തരം ഈ മനുഷ്യമഹാശൃംഖലയിൽ പങ്കെടുത്തതിന് നടപടിയെടുക്കേണ്ടി വരികയാണെങ്കിൽ നിരവധി ലീഗ് പ്രവർത്തകരെ KT ജലീലൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് ലീഗ് പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും. കാരണം നിരവധി പേർ ഈ തരത്തിൽ സാധാരണ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും എല്ലാം ഈ മനുഷ്യമഹാശൃംഖലയുടെ ഭാഗമായ ഒരു സാഹചര്യമുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, ഈ വിവരം ലഭിച്ചതുകൊണ്ട് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കാൻ ആദ്യം ശ്രമിച്ചത്. ഇന്നലെ ഈ മനുഷ്യമഹാശൃംഖല ഉണ്ടായ അന്ന് തന്നെ കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ഇതിൽ ഈ കോൺഗ്രസിൽ തന്നെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്ന നേതാവാണ് K മുരളീധരൻ. അദ്ദേഹം സ്വന്തം മണ്ഡലമായ വടകരയിൽ നിരവധി പേർ UDF പ്രവർത്തകർ, മുസ്ലിം ലീഗ് പ്രവർത്തകർ ഈ മനുഷ്യമഹാശൃംഖലയിൽ പങ്കെടുത്തു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതിന്റെ ഒരു ആശങ്കയും ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധിയും അന്ന് തന്നെ വ്യക്തമാക്കിയത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയും ഇന്നലെ നടപടി എടുക്കേണ്ടതില്ല ഒരു നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് KM ബഷീർ വളരെ കൃത്യമായി തന്റെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം മുസ്ലിം ലീഗ് പ്രവർത്തകനായി അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ സാധാരണ ലീഗ് പ്രവർത്തകർ ഈ വിഷയത്തിൽ നേരിടുന്ന ആശങ്ക അദ്ദേഹം കോൺഗ്രസിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ യോജിച്ചുള്ള സമരത്തിനും സർക്കാരും ഇടതുപക്ഷത്തിനോടൊപ്പമുള്ള ഒരുമിച്ചുള്ള സംയുക്ത സമരത്തിന് ഒപ്പമാണ്, അല്ലെങ്കിൽ അത് വേണമെന്ന നിലപാടാണ് ലീഗിന് ഉള്ളത് എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. പക്ഷേ അത് കോൺഗ്രസിന്റെ നിലപാട് കൂടി പരിഗണിച്ച് പ്രത്യേകിച്ച് മുല്ലപ്പള്ളി സജീവൻ മാധ്യമപ്രവർത്തകർ ടെലിഫോൺ ലൈനിലൂടെ. സജീവൻ, ഈ മുസ്ലിം ലീഗ് ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, പ്രത്യേകിച്ചും അവരുടെ നേതാക്കൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ ആശയഭിന്നതയുണ്ട്. പക്ഷേ നടപടിയില്ല എന്ന് പറഞ്ഞിട്ടും ഇന്ന് രാവിലെ നടപടി ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു. മുല്ലപ്പള്ളിയെ വിമർശിച്ചു എന്നതാണ് അതിന് പറഞ്ഞിരിക്കുന്ന ന്യായീകരണം. അങ്ങനെ കരുതിയാകുമോ ഈ നടപടി? അല്ല, ഇതില് ഇപ്പം നടപടിയായിട്ട് ഏത് പാർട്ടിയും ഏത് നേതാവും പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അണികളുടെ മനസ്സിലുള്ള ചില വികാരങ്ങളുണ്ട്. അതിനനുസരിച്ച് അവർ നീങ്ങുകയുള്ളൂ. ഇപ്പൊ നടപടി കൊണ്ട് മൊത്തം ഈ ഒരു പ്രശ്നത്തെ അടച്ചു വെക്കാൻ കഴിയില്ല. കാരണം
ഇത് LDF-നോടൊപ്പം ചേരണം, LDF-ന്റെ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ളതല്ല. ഇപ്പോൾ നടപടിക്ക് വിധേയനായ ബഷീർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ലീഗ് പ്രവർത്തകരുടെയും ലീഗ് നേതാക്കന്മാരുടെയും പ്രശ്നം, അത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ വലിയ ഭീകരമായ ഒരു ഭാവിയെ കുറിച്ചുള്ള ഒരു ഭീതി അവർക്കുണ്ട്. അതുകൊണ്ട് അവർ പലപ്പോഴും രക്ഷാമാർഗം എവിടെയൊക്കെ കിട്ടുമോ, ആരൊക്കെയാണ് തങ്ങളെ സഹായിക്കുന്നത് അവരോടൊപ്പം ഒക്കെ ചേരാൻ നിർബന്ധിതരാകും. അത് അവർ പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് ചെയ്യുന്നതല്ല. ബഷീർ ചെയ്തു അതല്ല എന്നുള്ള അദ്ദേഹം ഇന്നലെ വളരെ വ്യക്തമായിട്ട് ചാനൽ ഡിസ്കഷനിലൊക്കെ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രശ്നം ഇങ്ങനെ ഒരു വലിയ വിപത്തായിട്ട് നിൽക്കുന്നു. അതിന് വേണ്ടത്ര ഒപ്പം നിൽക്കേണ്ട ആളുകളിൽ നിന്ന് വേണ്ടത്ര സഹകരണമോ അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ട് നിലപാടുകളോ ഉണ്ടാവുന്നില്ല. കൂട്ടായ പോരാട്ടം നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്നുള്ളത് സോണിയാഗാന്ധിക്കും യെച്ചൂരിക്കും ഒക്കെ അറിയാം. അപ്പൊ അതിനെതിരായിട്ട് ഇവിടെ ആരെങ്കിലൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ശരിയല്ല എന്ന് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ തെറ്റായ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നടപടികളിലൂടെ ഇതൊക്കെ ഇതിന്റെയൊക്കെ നേട്ടം ആർക്കാണ് കിട്ടുമെന്നുള്ളത് കൂടി നോക്കണം. പലപ്പോഴും ചർച്ചകളാണെങ്കിലും ഇത്തരം പ്രസ്താവനകളാണെങ്കിലും ഒക്കെ നടക്കുമ്പോൾ ഇത് ഒരുമിച്ച് എതിർക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ ഒരു മുഖ്യ ശത്രുവിനെ എതിർക്കേണ്ട ആളുകൾ പരസ്പരം അടിപിടി കൂടുമ്പോൾ അതിൽ രസിക്കുന്നതും അതിൽ നിന്ന് നേട്ടം കൊയ്യുന്നതും ഈ മുഖ്യ ശത്രുവായിരിക്കും. ഇപ്പോഴും ഇതിലിപ്പോൾ ആലോചിച്ച് നോക്കൂ, ബഷീറിനെതിരെയുള്ള ഈ നടപടി പോലും അതുപോലും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ഈ സംഘപരിവാറുകളിന് കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അത്തരം കുറെ കാര്യങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം ഓരോ നടപടി എടുക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും എന്നുള്ള ഓരോ രാഷ്ട്രീയ നേതാവും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് രാജ്യം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പരസ്പരം പോരടിക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ മുഖ്യ ശത്രുവിനെതിരെ ഒരുമിച്ച് പോരാടുകയാണോ ചെയ്യേണ്ടതെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. ശരി, നന്ദി ശ്രീ എസ് സജീവൻ പ്രതികരിച്ചതിന്. ഈ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട നടപടി ഉണ്ടായിരിക്കുന്നു മഹാശൃംഖലയിൽ പങ്കെടുത്ത ലീഗ് നേതാവിനെതിരെ. അതാണ് ഈ ചർച്ചയ്ക്ക് ആധാരമായ വിഷയം. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബേപ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന ബഷീറിനെതിരെ അത്തരത്തിലുള്ള നടപടി, KM ബഷീറിനെതിരെ അത്തരത്തിലുള്ള നടപടി ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നടപടി ലീഗിന്റെ ഉണ്ടായിരിക്കുന്നു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ വിമർശിച്ചു എന്നതാണ് ഈ നടപടിക്ക് ആധാരമായി ലീഗ് പറയുന്നത്. അതിന്റെ കാരണം അതുതന്നെയാണ്. അല്ലാതെ ഈ ബില്ലിനെതിരെയുള്ള മനുഷ്യ ശൃംഖലയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്നും പറഞ്ഞു വെക്കുന്നു ആ പാർട്ടി. ബേപ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബഷീറിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇടവേള.